ഹാഡ് ഇയർ സ്കീം 2024 നമ്മുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലേ, ഇതുവരെ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കാൻ പറ്റാത്തവർക്ക് ഇപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പറയുന്നത്. നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തു, നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ചെയ്തു. അപ്പോൾ ഈ ഒരു കാര്യം ഇപ്പോൾ എൻട്രൻസ് കമ്മീഷൻ നിങ്ങൾക്ക് തന്നേക്കുന്നത് വലിയൊരു പ്ലസ് പോയിൻ്റ് ആണ്. പിന്നെ നമ്മുടെ റിസൾട്ടൊക്കെ വരുന്നതിന് മുമ്പ്, അതായത് ഓരോ കാറ്റഗറിക്ക് ഒരു കട്ട് ഓഫ് ഉണ്ടാവും, എസ്പെഷ്യലി നീറ്റിലൊക്കെ. അപ്പോൾ നീറ്റിൻ്റെ ഇത്രയും വലിയ കോൺട്രവേഴ്സീസ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും കൗൺസിലിംഗ് ജൂലൈ ഫസ്റ്റ് വീക്കോടുകൂടിയൊക്കെ തന്നെ തുടങ്ങും എന്നുള്ളതൊക്കെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിൽ വേറെ മാറ്റങ്ങളൊന്നും ഇല്ല എന്നുള്ളതൊക്കെ പറയുന്നു. കുട്ടികൾ, പാവങ്ങൾ, ഇത്ര കഷ്ടപ്പെട്ടൊക്കെ എഴുതിയവരൊക്കെ മണ്ടന്മാർ, അതെന്തോ ആട്ടെ, നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കില്ല. കാരണം ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. ഇനി കൂടുതലൊന്നും ഇത് പറഞ്ഞിട്ട് നമ്മുടെ എനർജി വേസ്റ്റ് ചെയ്യാമെന്നല്ലാതെ ഒന്നും മാറാൻ പോകുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ മാറ്റങ്ങൾ നമ്മൾ തന്നെയാണ് കൊണ്ടുവരേണ്ടത്. ഓക്കെ, അതെന്തോ ആട്ടെ, അതവിടെ നിൽക്കട്ടെ. കാരണം നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അതെല്ലാം ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾക്കിപ്പോൾ പഠിത്തത്തിൽ മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ്. വിഷമമുണ്ട്, ഒരുപാട് സങ്കടമുണ്ട്, അമർഷമുണ്ട്, പക്ഷെ കൂടുതലൊന്നും പറയാൻ പറ്റില്ലാത്തൊരവസ്ഥയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഓക്കെ, അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയട്ടെ. നിങ്ങളിപ്പോൾ ചോദിക്കുന്നുണ്ടല്ലോ, എനിക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാമോ, ഈ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാമോ എന്നൊക്കെ ഉള്ളത് ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് നോക്കുക. ലോഗിൻ ചെയ്യുന്നതിന് മുമ്പ് ഡെസ്ക്ടോപ്പ് ഫോണിലാണെങ്കിൽ ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് മാറ്റിയിട്ടിട്ടൊന്ന് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് നോക്കുമ്പോൾ അവിടെ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ തന്നിട്ടുണ്ട് എന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് ഓൾറെഡി കൊടുത്തവരാണ് എങ്കിൽ വീണ്ടും അവിടെ കൊടുക്കണ്ട. പക്ഷേ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റുകൾ ഏതെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഇനി ഇതിൽ നിങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു സർട്ടിഫിക്കറ്റ് ഇല്ല, അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എൻട്രൻസ് കമ്മീഷർക്ക് മെയിൽ ചെയ്യുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ മെൻഷൻ ചെയ്യണം. എന്നിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് മെൻഷൻ ചെയ്തിട്ട്, നിങ്ങളിപ്പോൾ എനിക്കറിയാം എല്ലാവർക്കും ഇംഗ്ലീഷൊന്നും, ഈ പറയുന്ന എനിക്കാണെങ്കിൽ പോലും ചിലപ്പോൾ ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ ഇംഗ്ലീഷ് പറയാനോ എഴുതാനോ ഒന്നും സാധിച്ചെന്നൊന്നും വരുമൊന്നുമില്ല. അപ്പോൾ അത് എൻ്റെ ഇംഗ്ലീഷ് മോശമാണ്, ഞാൻ ഇംഗ്ലീഷിലില്ലേ അങ്ങനെ മെയിൽ അയച്ചാൽ എൻ്റെ, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കേട്ടോ. നിങ്ങൾക്ക് പറ്റുന്ന ലാംഗ്വേജിൽ നിങ്ങളുടെ റിക്വസ്റ്റുകൾ മെയിൽ ചെയ്യുക. ആപ്ലിക്കേഷൻ നമ്പർ മെൻഷൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും റിസർവേഷൻ ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു ഇതിനുള്ള അവസരം തരണമെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് ഒരു മെയിൽ എൻട്രൻസ് കമ്മീഷർക്ക് അയക്കാം. ഇന്ന് തന്നെ അയച്ചേക്കാം കേട്ടോ. അപ്പോൾ അതിന് എന്തെങ്കിലും സൊല്യൂഷൻ ജെനുവിനാണ്, അതിനെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് എൻട്രൻസ് കമ്മീഷണർ അത് തീരുമാനിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാവും. അപ്പോൾ അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ. നിങ്ങൾക്ക് പേഴ്സണലി ചെയ്തു തരും എന്നുള്ളതല്ല പറയുന്നത്, അതിനൊരു സൊല്യൂഷൻ എൻട്രൻസ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്ന് ഉണ്ടാക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ ഈ ഒരു ഫിഷർമാൻ്റെ സർട്ടിഫിക്കറ്റ്. അതിനോട് മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മൾ ഈ വീഡിയോ ചെയ്യണം എന്താണെന്നറിയോ? ഞാൻ നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയാറില്ല അല്ലേ, അപൂർവമായിട്ടൊക്കെ ചിലപ്പോൾ അങ്ങനെ പറയുന്നുള്ളൂ. പക്ഷെ അല്ലാതെ ഞാൻ പറയുന്നില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിങ്ങൾ തെറ്റുകൾ വരുത്താതിരിക്കുക എന്നുള്ളതാണ്. ചില കുട്ടികളുണ്ട് ഇങ്ങനെ പാരൻസിനെ ഗൈഡ് ചെയ്യാൻ, അവർക്ക് ഇതിനെ പറ്റിയിട്ടൊരു അറിയത്തില്ല. അവർ കുറേ കഷ്ടപ്പെടുന്നു മക്കൾക്ക് വേണ്ടി, അവർ നല്ല നിലയിൽ എത്തണം എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. ചില കുട്ടികൾ ഇപ്പോൾ എൻട്രൻസ് ഒക്കെ ആണെങ്കിൽ ഒരു കോച്ചിങ് ഇല്ലാതെ തന്നെയായിരിക്കും എഴുതുന്നത്. എന്നിട്ട് ചിലപ്പോൾ നല്ല മാർക്ക് വാങ്ങുന്നുണ്ടാവും. എന്നിട്ട് അവർ ആ അർഹമായ സീറ്റിലേക്ക് എത്താതെ പോകുന്ന ഒരവസ്ഥയുണ്ട്. അതെന്തുകൊണ്ടാണ്? ചില കാര്യങ്ങൾ അവർക്ക് അറിയാത്തതുകൊണ്ടും ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാഞ്ഞത് കൊണ്ടും ഒക്കെ ആയിരിക്കും. അപ്പം അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റി നിങ്ങൾക്ക് നല്ല മാർക്കുള്ള കുട്ടികൾ കറക്റ്റായിട്ടുള്ള ആ ഒരു സീറ്റിലേക്ക് എത്താതിരിക്കാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. നിങ്ങളെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണം, കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്നൊരു ഇതുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ പറഞ്ഞെന്താണെന്നറിയോ, ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തില്ലേ, അതിൻ്റെ ഇടയിൽ EWSൻ്റെ കാര്യം ഞാൻ മെൻഷൻ ചെയ്യേണ്ടത്. എന്നിട്ട് ആ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ എനിക്ക് സങ്കടമായി. കാരണം ഞാൻ സമയം പെറുക്കിയെടുക്കുന്നു എന്ന് പറയുന്ന പോലെ സമയം പെറുക്കിയെടുത്താണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു റിസർവേഷൻ, ഫിഷർമാൻ്റെ റിസർവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു റിസർവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നല്ലതാണെന്ന് പറയുന്നത്. ഞാനിത് പറഞ്ഞു പോയോന്ന് അറിയില്ല, ചില കോളേജസിൽ അല്ലെങ്കിൽ ചില കോഴ്സുകൾക്ക് സീറ്റ് റിസർവേഷൻ ഉണ്ട്. കുഫേസിലൊക്കെ ഫിഷർമാൻ്റെ കുട്ടികൾക്കൊക്കെ റിസർവേഷൻ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ചില കാറ്റഗറിയിൽ ഫീ കൺസെഷൻ ഉണ്ട്, ഫീ ഒന്നും കൊടുക്കണ്ട. അപ്പോൾ ഇത് നല്ലൊരു റിസർവേഷനാണ്. ഇത് കൊടുക്കാത്തവരുണ്ടെങ്കിൽ, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ എൻ്റെ മുൻ വർഷങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ഇത് അർഹമായിട്ടുള്ളവർ വാങ്ങിയെടുക്കുക എന്നുള്ളത് കേട്ടോ. നമ്മൾ പാരൻസിന് ഇങ്ങനെ അല്ലേ, ചിലപ്പോൾ നമ്മൾ ഈ സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങാൻ വേണ്ടി കുറേ ക്യൂ നിൽക്കേണ്ട വരും അല്ലേ, കുറേ കഷ്ടപ്പെടേണ്ട വരും. പക്ഷേ അങ്ങനെ ഒരു കൺസെഷൻ ഉള്ളവർക്ക് അത് കിട്ടുവാണെങ്കിൽ വളരെ നല്ലതല്ലേ മക്കളെ. അപ്പോൾ നിങ്ങൾ ഇത്തിരി കഷ്ടപ്പെട്ടാലും ഈ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടുമെങ്കിൽ വാങ്ങിയെടുക്കാം കേട്ടോ.
അപ്പോൾ ഈ ഒരു ഫിഷർമാൻ്റെ കാറ്റഗറിയിൽ ഉള്ളവർക്ക് റിസർവേഷൻ ഇപ്പോൾ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് നോക്കുക, എന്നിട്ട് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ മെയിൽ ചെയ്യുക. അപ്പോൾ അത് ജെനുവിനാണ് എങ്കിൽ പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും എൻട്രൻസ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്ന് അത് പരിഹരിച്ച് തരും കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഈ എൻട്രൻസ് കമ്മീഷണറുടെ ഓഫീസിൽ വിളിച്ച് ചോദിച്ചാലും നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്താൽ നിങ്ങൾക്കേ അറിയുള്ളൂ അല്ലേ. പിന്നെ ആപ്ലിക്കേഷൻ നമ്പറൊക്കെ പറഞ്ഞു കൊടുത്ത് അവർ ചെക്ക് ചെയ്ത് പറഞ്ഞു തരുമായിരിക്കും. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. പക്ഷേ ഒന്ന് മെയിൽ ചെയ്ത് എന്തായാലും ഇട്ടേക്കുക. അപ്പോൾ ആ ജെനുവിനാണ് എങ്കിൽ അത് സാധിക്കുന്നതാണ് എങ്കിൽ അതിനുള്ള കാര്യങ്ങൾ എൻട്രൻസ് കമ്മീഷണർ ഓഫീസിൽ നിന്നുണ്ടാവും കേട്ടോ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.